അങ്ങനെ തിരുവോണം ദിവസം ഉച്ചയ്ക്ക് നാത്തൂനെയും വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഉച്ചയ്ക്ക് അടിപൊളി സദ്യയൊക്കെ കഴിച്ചു. എന്നിട്ട് കുറച്ച് നേരം ഉറങ്ങി. അവിടെ അടുത്തുള്ള ഒരു ഓണാഘോഷ പരിപാടിയിലൊക്കെ കുറച്ച് നേരം കണ്ടു. അതിനുശേഷം ഇവിടെ പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ ഒരു എക്സിബിഷൻ വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ അവതാറിൻ്റെ അതിലത്തെ കഥാപാത്രങ്ങളൊക്കെ വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ 100 രൂപ ടിക്കറ്റൊക്കെ എടുത്തിട്ട്, ഒരാൾക്ക് 100 രൂപയായിരുന്നു. സിദ്ധുവിന് ടിക്കറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ 2 പേരും മാത്രമായിരുന്നു. സിദ്ധുവിൻ്റെ ഏട്ടൻ വന്നില്ല. ഒരു സർക്കസ് കാണാൻ പോയി. ഇതിൻ്റെ അപ്പുറത്ത് സർക്കസും ഉണ്ട്, ഇവിടെ എക്സിബിഷനായിരുന്നു. അങ്ങനെ ഞങ്ങളത് സ്റ്റാളിൻ്റെ ഉള്ളിൽ കയറി. നല്ല ഫുൾ AC ആയതുകൊണ്ട് അധികം ചൂടുണ്ടായിരുന്നില്ല. പാലക്കാട് മഴയേ ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം ഓണത്തിന്. അതുകൊണ്ട് നല്ല ചൂടായിരുന്നു പുറത്ത്. ഇത് AC ആയതുകൊണ്ട് അത്ര ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഓരോ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിദ്ധുവിന് ഈ കുട്ടി വീട് നല്ല ഇഷ്ടമായി. അവൻ അതിൻ്റെ ഉള്ളിൽ കയറണമെന്ന് നല്ല ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു അവതാർ വേൾഡ് തന്നെ അവർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും അതിലത്തെ ഓരോ ചെടികളും പൂക്കൾ, വള്ളികൾ നല്ല രസമുണ്ടായിരുന്നു. വാട്ടർഫാൾസ് ശരിക്കും അത് കാണണ പോലെ തന്നെ ഉണ്ടായിരുന്നു. അത്രയ്ക്കും നല്ല ഡെഡിക്കേറ്റ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ വലിയ പൂക്കളമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഈ സെൽഫി സ്പോട്ടുകൾ കുറേ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ മാവേലി, അങ്ങനെ കുറേ സ്പോട്ടുണ്ട്. പിന്നെ പൂ കൊണ്ട് തന്നെ ഒരു പിരമിഡ് പോലെ തന്നെ അവർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കാണാൻ ശരിക്കും അവിടെ പോയിട്ട് കാണാൻ തന്നെയാണ് കുറച്ചും കൂടിയും ഭംഗിയും. നമ്മൾ ആ വേൾഡിൽ എത്തിയ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയും അവർ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും അത്രയും ഡെഡിക്കേറ്റ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് സിദ്ധുവിന് അവിടെ നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ഫുൾ തന്നെ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ലൈറ്റിങ് അറേഞ്ച്മെൻറ്റ്സൊക്കെ ആണെങ്കിലും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അവതാറിലെ ഒരാൾ അവരുടെ വേഷം കിട്ടിയിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. സിദ്ധു അവരെ പിടിച്ച് കളിക്കൽ, അവിടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഓരോ ചെടികളൊക്കെ അതേപോലത്തെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായി അവിടെ പോയി തന്നെ അത് ഫീൽ ചെയ്തറിയണം. അപ്പോൾ എല്ലാവരും ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ വന്ന് കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കണം കേട്ടോ. അവരൊക്കെ എൻജോയ് ചെയ്യും കുട്ടികൾ എന്തായാലും നന്നായിട്ട്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ശരിക്കും ഇളകണ പോലെ തന്നെ ആ ഡ്രാഗണിൻ്റെ ചിറകൊക്കെ അതിനനുസരിച്ച്. ഇതൊക്കെ ചെറിയ കുട്ടികളൊക്കെ, ചില കുട്ടികളൊക്കെ ഇത് കണ്ടിട്ട് പേടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല പേടിച്ചിട്ട് ഫോട്ടോ എടുക്കാനൊന്നും അതിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സിദ്ധു അത് തൊട്ട് നോക്കണു, കറക്റ്റ് ഒറിജിനലാണോ ഇത് എന്നൊക്കെ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ അവിടുത്തെ കുറച്ച് ഓരോ സ്ഥലങ്ങൾ ഓരോ പോർഷൻസായിട്ടാണ് അവരിത് വെച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് പിന്നെ നമ്മൾ മെയിൻ ഐറ്റം ഫുഡ് കോർട്ട് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ പെറ്റ്സിന്, ബേഡ്സുകൾ, അതിനെയൊക്കെ അവരവിടെ അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സിദ്ധുവിൻ്റെ ഐസ്ക്രീം കഴിക്കലായിരുന്നു. പിന്നെ ഇത് എനിക്ക് വാങ്ങിയത് ബട്ടർ സ്കോച്ചും പിസ്തയായിരുന്നു. സിദ്ധുവിന് ചോക്ലേറ്റും ബട്ടർ സ്കോച്ചും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് ഒരു മൈക്കിൽ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടത്. ഒരു കുസൃതി ചോദ്യം ചോദിക്കേണ്ടായിരുന്നു, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഊണ് എന്താണെന്ന്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഉത്തരം അറിയാം. ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉത്തരം പറഞ്ഞതിന് എനിക്ക് മലബാർ സിമെൻറ്റിൻ്റെ വക ഒരു ക്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു യെല്ലോ കളർ ക്യാപ്പ്. പിന്നെ അവിടെ കുറച്ച് മാജിക് കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുറച്ച് ഫുഡ് കോർട്ടൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട് നമ്മളവിടെ നിന്നൊന്നും കഴിക്കാൻ നിന്നില്ല. കാരണം നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നെഹദിയിൽ പോയിട്ട് മന്തി കഴിക്കണം, അതാണ് നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ മറ്റേ പ്രസിദ്ധ ചാലക്കുടിയുടെ അടിപൊളി നാടൻ പാട്ടുകൾ ഗംഭീരമായിരുന്നു കേട്ടോ. റിമി ടോമിയുടെ ഇനിയൊരു വേർഷൻ എന്ന് പറയാം, അത്രയും എനർജി ആയിരുന്നു. ഇത് നമ്മൾ ആ സൗണ്ട് സിസ്റ്റത്തിൻ്റെ അടുത്താണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് നോക്കിയതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. എന്തോ ഒരു എനർജി ആയിരുന്നു അറിയുമോ. പിന്നെ ഈ തെയ്യം അതൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പാലക്കാട്ടിലത്തെ ആൾക്കാരുടെ കുറച്ച് പാട്ട്, പാലക്കാടിനെ കുറിച്ചുള്ള പാട്ട്, അതൊക്കെ അവർ പാടിയിട്ടുണ്ടായിരുന്നു. കുറേ ഈ തെയ്യം വരുമ്പോൾ കുട്ടികളൊക്കെ കുറച്ച് പേടിച്ചിട്ടുണ്ടായിരുന്നു.
സിദ്ധുവിന് പേടിയൊന്നുമില്ല. ഞങ്ങൾ ലാസ്റ്റാണ് നിന്നിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് അവിടെ അടുത്തേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ കളിക്കണ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ ജയൻ വീലിൽ കയറി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. സിദ്ധുവിന് കുറച്ച് ആദ്യം സിദ്ധു അതിൽ തന്നെ കയറണം പറഞ്ഞ് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ കയറിയപ്പോൾ പിന്നെ ആൾക്ക് പിന്നെ ഇനി കയറണോ കയറി കഴിഞ്ഞ ശേഷം ഇനി കയറണോ ചോദിച്ചപ്പോൾ ആൾക്ക് നല്ല പേടിയായി. ഇനി ഇതിൽ കയറണ്ട പറഞ്ഞു. ഇതുകൊണ്ട് ഇനി കയറണം എന്നൊക്കെ വെച്ചിട്ട് പിന്നെ പക്ഷേ അതിൽ കയറി പാലക്കാടിൻ്റെ ഏറ്റവും സെൻട്രൽ ഭാഗത്താണ് ഇത് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് പാലക്കാട് മൊത്തം കാണുക എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ഫീല് തന്നെയായിരുന്നു. അങ്ങനെ പ്രാവശ്യത്തെ ഓണം ഇങ്ങനെ അങ്ങോട്ട് ആഘോഷിച്ച് തീർത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ നേരെ നെഹദിയിൽ പോയി കുഴിമന്തി കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഈ ഓണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്കും ചെയ്യാൻ മറക്കല്ലേ.